ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഒരു ഫിഷ് കറിയുടെ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. രോഹു എന്നാണ് ഈ ഫിഷിൻ്റെ പേര്. നമുക്കത് എളുപ്പത്തിൽ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. നല്ല ക്ലീനാക്കി കട്ട് ചെയ്ത ഫിഷ് 300 ഗ്രാം അളവിലാണ് എടുത്തത്. ഗ്രേവി തയ്യാറാക്കാൻ ഇതൊക്കെയാണ് ആവശ്യമായി വേണ്ടത്. സോസ് പാൻ വെച്ചിട്ട് അത് നല്ലതൊന്ന് ചൂടായി വന്നിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നുണ്ട്, വെളിച്ചെണ്ണയാണ് നല്ലത്. ഒരു 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ട് അത് നല്ലൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഈ സമയം അല്പം കറിവേപ്പില കൂടെ ചേർത്താൽ നന്നായിരിക്കും. എൻ്റെ കൈവശം ഇല്ലാത്തത് കൊണ്ടാണ് ചേർക്കാത്തത്. എന്നിട്ട് ഒരു മീഡിയം സൈസ് സവാള ഇതേ രീതിയിൽ ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. അതും ഇട്ടതിന് ശേഷം ഒരു 1-2 മിനിറ്റ് നല്ല വഴറ്റിയെടുക്കണം. ഇതിന് പകരം ഏത് ദശകട്ടിയുള്ള ഫിഷ് ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ അത് നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഈ രോഹു എന്ന ഫിഷ് വെച്ചിട്ട് ഇതിനു മുന്നേ അത് ഫ്രൈ ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണം. ഈ സമയം നമുക്ക് അതിലോട്ട് പച്ചമുളക് ചേർക്കുക. ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത്, എന്നിട്ട് 1 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതിൻ്റെ ഫ്ലേവർ ഒന്ന് ചെറുതായി മാറുന്നത് വരെ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്തത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. എന്നിട്ട് അതും നല്ല അതിൻ്റെ ഫ്ലേവർ മാറുന്നത് വരെ ഇതുപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഈ സമയം നമുക്ക് അരിഞ്ഞുവെച്ച ടൊമാറ്റോയും ചേർത്ത്, ഒരു മീഡിയം സൈസ് ടൊമാറ്റോയാണ്, ഈ രീതിയിൽ കട്ട് ചെയ്ത് എടുക്കണം. നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഫിഷ് എടുക്കുന്നുവോ അതിനനുസരിച്ചാണ് പൊടികൾ ചേർക്കേണ്ടത്. അതുകൊണ്ടാണ് മല്ലിപ്പൊടിയൊക്കെ 1/2 ടീസ്പൂണും ചേർത്തിട്ടുള്ളൂ. കൂടുതൽ ചേർത്താൽ മല്ലിപ്പൊടിയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. ഇനി നമുക്ക് അല്പം കൂടെ ചൂടുവെള്ളം ഒഴിച്ചൊന്ന് ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കണം. സമയം നമുക്ക് കുടംപുളി ചേർക്കാം. ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിരുന്നതാണ്. 1 ടീസ്പൂൺ അളവിൽ കട്ട് ചെയ്തെടുത്തതായിരുന്നു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഉപ്പൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് വേണം അത് ചേർക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത ഫിഷ് അതിലോട്ടിടാം. നമ്മൾ ഫിഷ് കട്ട് ചെയ്യുന്ന സമയം ഇതുപോലെ ഒന്ന് വരയുന്നത് നല്ലതായിരിക്കും. ഇതേ രീതിയിൽ എന്നാലേ ആ മസാല അതിന് നല്ലപോലെ ഇറങ്ങുള്ളൂ. ഒരു 1-2 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. നമ്മൾ ആദ്യമേ ഇങ്ങനെ ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കാറില്ല. ഇങ്ങനെ മസാലയിൽ കിടന്ന് നല്ല വെന്തതിന് ശേഷമാണ് തേങ്ങാപ്പാൽ ചേർക്കേണ്ടത്. എന്നാലേ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഫിഷ് കറി റെഡിയാക്കി കഴിയുമ്പോൾ. കഷ്ണങ്ങൾ ഇങ്ങനെ തിരിച്ചും മറിച്ചുവിട്ട് ഒരുവിധം ഒന്ന് കുക്കായി വന്നതിന് ശേഷമാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. ഇപ്പോൾ അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റായി. നമുക്കൊരു 1/2 കപ്പ് അളവിലാണ് തേങ്ങാപ്പാൽ ചേർത്തത്. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് വേണ്ടത്. പൊടിയാതെ ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യണം. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. ഇത് അല്പം കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടി അല്പം ചൂടുവെള്ളം കൂടെ ഒഴിക്കാവുന്നതാണ്. നമ്മൾ എത്ര ഗ്രേവി ലൂസാക്കി എടുക്കണം അത്രയും നമുക്കതിൽ വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ വെള്ളം കുറച്ച് മതിയാകും. ഇപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ ഉണ്ടാക്കുന്ന ഫിഷ് കറി ചോറ്, കപ്പ കൂടാതെ ചപ്പാത്തിയോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഫ്രണ്ട്സ്, ഇതേ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്യണം, തീർച്ചയായും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ നന്ദി.